ഖണ്ഡനത്തിന്റെ പ്രധാന വിഷയം എന്താ? വിഷയം അബൂജഹൽ മൂമിനാണോ, അബൂജഹൽ സ്വർഗത്തിലാണോ, മുജാഹിദീങ്ങളൊക്കെ അബൂജഹൽ സ്വർഗത്തിലാന്നുള്ള വാദക്കാരും മറ്റവരൊക്കെ അബൂജഹൽ കാഫറാന്നുള്ള വാദക്കാരുമാണ്. അങ്ങനെയാണ് ഇപ്പൊ തോന്നിപ്പോവുക. വാസ്തവത്തിൽ ഇവിടുത്തെ ചർച്ച അതൊന്നുമല്ല. എന്തേ ഈ ചർച്ചയിലേക്ക് എത്താൻ കാരണം? അബൂജഹലിന്റെ വിഷയം സ്റ്റേജിൽ വരാൻ എന്താ കാരണം? അറേബ്യൻ മുശ്രിക്കുകളെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്യാൻ എന്താ കാരണം? അത് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ ഇവിടെ ആത്യന്തികമായി പറഞ്ഞത് എന്താണ്? അള്ളാഹു അല്ലാത്തവരെ ആരാധിച്ചാൽ അത് ശിർക്കാണ്. അള്ളാഹുവിന്റെ പ്രത്യേകമായ ഏത് ഗുണം ആർക്ക് കൊടുത്താലും അവൻ മുശ്രിക്കാണ്. ഇത് പറഞ്ഞപ്പോ മറുപക്ഷത്തെന്ന് പറയണേ, അതൊന്നും ശിർക്കാവൂല. ശിർക്കാവണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? അള്ളാഹിനെ പോലെ പരമാധികാരിയാണ് എന്ന് വിശ്വസിക്കണം, സ്വയം പര്യാപ്തനാണ് എന്ന് വിശ്വസിക്കണം, സാക്ഷാൽ ഉപകാരത്തിന്റെയും ഉപദ്രവത്തിന്റെയും ഉടമയാണ് എന്ന് വിശ്വസിക്കണം. ആ വിശ്വാസത്തോടുകൂടി അർപ്പിക്കുന്ന വിനയം മാത്രമേ അവർക്കുള്ള ഇബാദത്താവുള്ളൂ. ഞങ്ങൾ ആരും അങ്ങനെ മുഹീദ്ദീൻ ശൈഖേ എന്ന് വിളിക്കുമ്പോ, മടവൂര് ശൈഖേ എന്ന് വിളിക്കുമ്പോ, ബദരീങ്ങളെ എന്ന് വിളിക്കുമ്പോ ബദരീങ്ങൾ പരമാധികാരിയാണ് എന്ന് വിശ്വസിക്കുന്നില്ല. ബദരീങ്ങൾ സ്വയം കഴിവുള്ള ശക്തിയാണ് എന്ന് വിശ്വസിക്കുന്നില്ല. ബദരീങ്ങൾ സാക്ഷാൽ ഉപകാരത്തിന്റെയും ഉപദ്രവത്തിന്റെയും സാക്ഷാൽ ഉടമയാണ് എന്നും വിശ്വസിക്കുന്നില്ല. അപ്പോ ഞങ്ങളെ പേരിൽ നിങ്ങൾ ശിർക്ക് വാദം ആരോപിക്കേണ്ടതില്ല എന്ന് പറഞ്ഞപ്പോ നമുക്കിവിടെ പറയേണ്ടി വന്നതാണെന്ത്? അങ്ങനെയാണെങ്കിൽ മുസ്ലിയാരെ, ലോകത്തൊരു മുശ്രിക്കും ഉണ്ടാവില്ല. കാരണം നിങ്ങൾ പറയും പോലെയാണ് വാദമെങ്കിൽ ലോകത്തൊരു മുശ്രിക്കും ഉണ്ടാവില്ല. കാരണം എന്താ? ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞില്ലേ, എല്ലാ കാലഘട്ടങ്ങളിലുമുള്ള ജനങ്ങൾ സ്വയം പര്യാപ്തൻ ഒന്നേയുള്ളൂ എന്ന് വിശ്വസിച്ചവരാണ്. പരമാധികാരി അല്ലാഹ് മാത്രമാണെന്ന് അംഗീകരിച്ചവരാണ്. ഉപകാരോപദ്രവങ്ങളുടെ സാക്ഷാൽ ഉടമ അല്ലാഹയാണെന്ന് അംഗീകരിച്ചവരാണ്. എന്നിട്ടും അവരെ അല്ലാഹ് എന്താ വിളിച്ചത്? മുശ്രിക്കെന്നാണ് വിളിച്ചത്. എന്തേ കാരണം? ഈ വിശ്വാസങ്ങളൊക്കെ ഉള്ളതോടൊപ്പം തന്നെ ആരാധന അതേ അള്ളാഹുവിന് കൊടുക്കേണ്ടതിന് പകരം മറ്റു പലരിലേക്കും അവർ സമർപ്പിച്ചു. അപ്പൊ അവരിൽ എന്തു വന്നു? ശിർക്ക് വന്നു. അങ്ങനെ ഉണ്ടായി എന്ന് പറയേണ്ടി വന്നപ്പോഴാണ് അബൂജഹൽ അടക്കമുള്ള സർവ്വ മുശ്രിക്കീങ്ങളും നമ്മുടെ ചർച്ചയിലേക്ക് വന്നത് എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ സഹോദരന്മാരെ, ഈ ചർച്ചകളൊക്കെ നടക്കുമ്പോഴും നിങ്ങൾ ആ കാര്യം മറക്കരുത് എന്നാണ് എനിക്ക് പ്രത്യേകമായി ഓർമ്മപ്പെടുത്താനുള്ളത്. അപ്പൊ ചുരുക്കി പറയട്ടെ, അന്നഹും ലാ യുമിനൂന എന്ന് പറഞ്ഞതിൽ മേൽപ്പറഞ്ഞ കാര്യങ്ങളൊന്നും അവർ വിശ്വസിച്ചിട്ടില്ല എന്നല്ല അല്ലാഹ് പറയുന്നത്. മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർ അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും യഥാർത്ഥ വിശ്വാസത്തിലേക്ക് അവർ കടന്നു വരാൻ തയ്യാറാവുകയില്ല. ആ കാര്യം അള്ളാഹുവിന്റെ ആ വാക്യം അവരുടെ മേൽ സ്ഥിരപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോ സഹോദരന്മാരെ, രണ്ടാമതായി നമ്മൾ ഓതിയ ആയത്ത്. സഹോദരന്മാരെ, അപ്പോ ഞാൻ ഓതിയ ഒരു ആയത്ത് സൂറത്ത് യൂനുസാണ്. അത് നമ്മൾക്ക് ഒരിക്കലും എതിരല്ല. ഞാനൊന്നും കട്ടുവെച്ചിട്ടില്ല, മൂടി വെച്ചിട്ടില്ല. നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചോ. ഇനി സുഹൃത്തുക്കളെ, ഞാൻ ഓതിയ രണ്ടാമത്തെ ആയത്ത് എന്തായിരുന്നു? സൂറത്തുൽ മുഅ്മിനൂനിൽ നിന്ന് ഒരായത്ത് ഓതി. സൂറത്തുൽ മുഅ്മിനൂനിൽ നിന്ന് 2-3 ആയത്തുകൾ ഓതി. എന്താണ് അതിൽ പറയുന്നത്? ചുരുക്കി പറയട്ടെ, കഴിഞ്ഞ പ്രസംഗം ചില കാര്യങ്ങളൊക്കെ ഞാൻ പറയുമ്പോൾ സുഹൃത്തുക്കളെ ചുരുക്കി പറയും. എന്തിനാണെന്നറിയോ? കഴിഞ്ഞ പ്രസംഗത്തിൽ പറഞ്ഞതന്നെ ആവർത്തിക്കുമ്പോൾ സമയം ഒരുപാട് പോകും. നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനെ കുറേ ആവർത്തന വിരസതയും തോന്നും. കഴിഞ്ഞ സീഡികൾ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളതൊന്നുകൂടി ഉറപ്പുവരുത്തി മനസ്സിലാക്കണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. എന്താണ് മുഅ്മിനൂൻ സൂറത്തിൽ അല്ലാഹു പറയുന്നത്? കുല്ലിമനിൽ അർളു വമൻ ഫീഹാ ഇൻ കുൻതും തഅലമൂൻ. ഭൂമി അതേപോലെ തന്നെ അവയിലുള്ളതൊക്കെ ആരുടേതാണ് എന്ന് ഭൂമിയും അതിലുള്ളവരും ആരുടേതാണ് നിങ്ങൾക്കറിയാമെങ്കിൽ പറയൂ. നബി അവരോട് ചോദിക്കണം. അവര് പറഞ്ഞുകൊള്ളും അള്ളാഹുവിൻ്റെതാണ് എന്ന് പറയുക. എന്നാൽ നിങ്ങൾ ആലോചിക്കുന്നില്ലേ? അതേപോലെ 7 ആകാശങ്ങളുടെ നാഥനും മഹത്തായ അർശിന്റെ നാഥനും ആരാണ്? അവര് പറഞ്ഞുകൊള്ളും അള്ളാഹുവിൻ്റെതാണ് എന്ന് പറയുക. എന്നാൽ നിങ്ങൾ സൂക്ഷിക്കുന്നില്ലേ? ഖുൽ മൻ ബിയദിഹി മലകൂതു കുല്ലി ശൈഇൻ വഹുവ യുജീറു വലാ യുജാറു അലൈഹി ഇൻ കുൻതും തഅലമൂൻ സയഖൂലൂന ലില്ലാഹ് ഖുൽ ഫഅന്നാ തുസ്ഹറൂൻ. ഇത്രയും ഞാനിവിടെ ഓതിയിട്ട് ബാക്കിയുള്ളതും ഞാൻ ഓതിയിട്ടുണ്ട്. എന്ത്? ബല്ലതൈനാഹും ബിൽ ഹഖ് വ ഇന്നഹും ലകാദിബൂൻ. വാസ്തവത്തിൽ നാം അവർക്ക് യഥാർത്ഥവും കൊണ്ട് ചെന്നിരിക്കുകയാണ്. നിശ്ചയമായും അവരാകട്ടെ കള്ളവാദികളുമാണ്. ഇതും വരെയാണ് പിടിച്ച മൂപ്പര്. ഈ കാര്യമൊക്കെ പറഞ്ഞിട്ട് അല്ലാഹ് പറഞ്ഞില്ലേ വൈന്നഹും ലകാദിബൂൻ, അവര് കളവ് പറയുകയാണ്. എന്നിട്ട് മൂപ്പര് വ്യാഖ്യാനം എന്താണ്? മേലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവര് പറയുന്നതാണ്, വെറുതെ പറയാണ്. ഇതൊന്നും അവർക്ക് ഒരു ബോധ്യവും ഇല്ല, അവർക്ക് ബോധ്യമായിട്ടുമില്ല, അവരത് അംഗീകരിക്കുന്നില്ല, വെറുതെ പറയും.
ആ പറയുന്നതിനെ പറ്റി അള്ളാഹ് പറയണ വൈന്നഹും ലകാദിബൂൻ, അവർ കളവാ പറയണ നബിയെ, ഒരു കയ്യിൽ യാതൊരു ബോധ്യമായിട്ടുമില്ല, അവർക്ക് അവരത് അംഗീകരിക്കുന്നില്ല, സമ്മതിക്കുന്നില്ല എന്നാണ് ആ പറഞ്ഞത് എന്നാണ് മൂപ്പര് പറയുന്നത്. എന്നിട്ട് നമ്മുടെ പരിഭാഷയിൽ നിന്ന് വായിച്ചിട്ട് പോലും നമ്മുടെ പരിഭാഷയിൽ തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അവരും വിശ്വസിക്കുന്നു. അത് മൂപ്പരോടെ മൂടി വെച്ചു. കേട്ടോളൂ വാചകം. ആകാശഭൂമികളും അവയിലെ വസ്തുക്കളുമെല്ലാം അള്ളാഹുവിൻ്റെതാണ്, അവന്റെ സൃഷ്ടിയും അവന്റെ ഉടമയിലുമാണ്, അവയുടെ മുഴുവൻ നിയന്ത്രണവും കൈകാര്യവും അവന്റെ പക്കലാണ് എന്നെല്ലാം മുശ്രിക്കുകളും വിശ്വസിക്കുന്നു. വിശ്വസിക്കൂല എന്നല്ല, മുശ്രിക്കുകളും വിശ്വസിക്കുന്നു. മൗലവി, നിങ്ങളുടെ പരിഭാഷയെങ്കിലും ഒന്ന് വായിച്ചൂടെ എന്നാണ് എന്നോട് ചോദിച്ചത്. നിങ്ങളുടെ ഖുർആൻ വ്യാഖ്യാനെങ്കിലും ഒന്ന് വായിച്ചൂടായിരുന്നോ? കാരണം അതിന് പോലും അബൂജഹിൽ അടക്കമുള്ളവര് അവിശ്വസിക്കുന്നു എന്നാ പറഞ്ഞത്, വിശ്വസിച്ചിട്ടില്ല എന്നാ പറഞ്ഞത്, വിശ്വസിക്കൂല എന്നാ പറഞ്ഞത് എന്നല്ലേ പറഞ്ഞത്. വാസ്തവത്തിൽ സഹോദരന്മാരെ ഇതിൽ എന്താ പറഞ്ഞത്? മുശ്രിക്കുകളും വിശ്വസിക്കുന്നു. എന്നിട്ട് പിന്നെയും അവർ വിഗ്രഹങ്ങൾ മുതലായ സൃഷ്ടികളെ ആരാധിച്ചും അവരോട് പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കുകയാണ്. വ്യക്തമായ ഈ അബദ്ധത്തെ സംബന്ധിച്ച ഇതിൽ പരം വമ്പിച്ച വഴിപിഴവ് വേറെ ഇല്ല തന്നെ. അവർ ഒട്ടും ചിന്തിക്കാത്തതിനെയാണ് അള്ളാഹു ഇവിടെ ആക്ഷേപിക്കുന്നത്. ഓരോ ചോദ്യത്തിനും ശരിക്കുള്ള മറുപടിയാണ് അവർക്ക് പറയാനുള്ളത്. അവ ഓരോന്നും ബുദ്ധിയുള്ളവരെ ചിന്തിപ്പിക്കുവാൻ പോരുന്നവയുമാണ്. അതുകൊണ്ടാണ് ഓരോ ചോദ്യത്തെയും തുടർന്നുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, നിങ്ങൾ സൂക്ഷിക്കുന്നില്ലേ എന്നിങ്ങനെ അള്ളാഹു ആവർത്തിച്ചു പറയുന്നത്. അപ്പൊ സഹോദരന്മാരെ, ഈ ആയത്ത് ഓതിയിട്ട് മൂപ്പര് പറയാണ്, ശരിക്കും ശ്രദ്ധിച്ചോ, ഈ ആയത്ത് ഓതിയിട്ട് മൂപ്പര് പറഞ്ഞെന്താണെന്നറിയോ? മൗലവി ഓതിയത് 84-ാമത്തെ ആയത്ത് മുതൽ 90-ാമത്തെ ആയത്ത് വരെയാണ്. എന്നിട്ട് മൂപ്പര് പറയാണ്, ഞാൻ 80 മുതൽക്ക് ഓതാൻ പോവാണ്, അല്ലെങ്കിൽ 80 മുതൽക്ക് ഞാൻ ഓതാണ്, നിങ്ങൾ ഖുർആൻ മുഴുവൻ ഓതിക്കോളി. എന്നിട്ട് മൂപ്പര് അതൊക്കെ മൗലവി കട്ടുവെച്ചു. അതിന്റെ മുമ്പുള്ള കുറെ ആയത്ത് ഞാൻ കട്ടുവെച്ചു, ശേഷമുള്ള കുറെ ആയത്തും ഞാൻ മൂടി വെച്ചു. അത്രേ. ആർക്കും പറഞ്ഞുകൂടപ്പത്. നിങ്ങളിവിടെ സ്റ്റേജമ്മ വന്ന് ഖുർആൻ മുഴുവൻ ഓതി തീർത്തോളിൻ, ഇവിടെ ആർക്കും വിരോധമല്ല. ഒരു വിഷയത്തിൽ തെളിവായിട്ടൊരു ആയത്തോതുമ്പോ അതുമായി ബന്ധപ്പെട്ടതാ ഓതുക. ഇനി ഏതെങ്കിലും ഒന്ന് ഓതിയത്തില്ലാത്ത ആയത്ത് നമുക്ക് എതിരാണെങ്കിൽ നിങ്ങൾക്ക് പറയാമായിരുന്നു. നിങ്ങൾ ഈ മൂടി വെച്ചു എന്ന് പറയുന്ന മുകളിലുള്ള ആയത്ത് വായിച്ചാൽ എന്താ കിട്ടുക? മുകളിലെ കുറെ ആയത്ത് കട്ടു എന്ന് പറഞ്ഞില്ലേ, ആ കട്ടത് വായിച്ചാൽ എന്താ കിട്ടുക? എന്താ മുകളിൽ പറയുന്നത്? അറേബ്യൻ മുശ്രിക്കുകളെ സംബന്ധിച്ച് പറയണേ, അവര് മരണാനന്തരമുള്ള ജീവിതത്തിൽ അവർക്ക് വിശ്വാസമല്ല. മരണാനന്തര ജീവിതത്തിൽ അവർക്ക് വിശ്വാസമല്ല. അങ്ങനെ ഒരു വിഭാഗം വിശ്വാസമുള്ളവരും ഇല്ലാത്തവരൊക്കെ ഉണ്ടായിരുന്നു. പോകട്ടെ, ഇനി വാദത്തിന് വേണ്ടി സങ്കല്പിക്കുക. എന്താണ് ഇവിടെ പറഞ്ഞത്? അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മരണാനന്തരം അവരെ ജീവിപ്പിക്കൂല. മരണാനന്തര ജീവിതത്തിൽ വിശ്വാസമില്ലാത്ത ചില കക്ഷികൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടെന്താ നമ്മൾ പറഞ്ഞോ, അബൂജഹിൽ അടക്കമുള്ള മുശ്രിക്കുകൾ ആഖിറത്തിനെ സംബന്ധിച്ച് ശരിയായ, നമ്മളൊക്കെ യൗമുൽ ആഖിറത്തിനെ പറ്റി കിതാബെന്ന് പഠിക്കുന്നില്ലേ, അതേപോലെ അടിയുറച്ച വിശ്വാസമുള്ള ആൾക്കാരായിരുന്നു അബൂജഹിൽ. ഞാൻ പറഞ്ഞു, പിന്നെന്തിനാ എനിക്കെതിരെ ആയത്തോതൽ? ഞാൻ പറഞ്ഞിട്ടില്ലാത്തത് പറഞ്ഞു എന്ന് പറയാന്നിട്ട് മൂപ്പര് ഇങ്ങനെ വെടിപൊട്ടിക്കുക ഓരോന്ന്. ഞാനത് പറഞ്ഞില്ലല്ലോ. എന്ത് മൂപ്പര് തെറ്റിദ്ധരിക്കണേ? എന്ത് ആ ശരി, അപ്പൊ അബൂജഹിൽ ഒറിജിനൽ മൂമിനാണല്ലേ? അപ്പൊ മൂപ്പർക്ക് അങ്ങനെ തോന്നുന്ന ഒറിജിനൽ മൂമിനായി കിട്ടിയാലോ മൂപ്പരെ എന്നൊരു ധാരണ. അങ്ങനെ ധരിക്കണ്ട. നിങ്ങളെ വിവരക്കേടാണ്, വിവരക്കേട് മാത്രമാണ്. കാരണം എന്താണെന്നറിയോ? ഞാൻ മുകളിൽ ഓതിയ ആയത്തോതിയാൽ ഒന്നും സംഭവിക്കാനില്ല. എന്തേ അതിലുള്ളൂ? മരണാനന്തര ജീവിതത്തിൽ അവർക്ക് വിശ്വാസമില്ല. ആയിക്കോട്ടെ, അവർക്ക് വിശ്വാസം ഉണ്ട് എന്ന് ഞാൻ ഇവിടെ പറഞ്ഞോ? ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഇനി ശേഷമുള്ള ആയത്തോതിയാൽ എന്താ സംഭവിക്കുക? ഞാൻ മൂടി വെച്ചു എന്ന് പറയുന്ന ശേഷമുള്ള ആയത്തില്ലേ, ആ ശേഷമുള്ള ആയത്ത് ഓതിയാലും എന്താ കിട്ടുക? ശേഷമുള്ളതിൽ പറയുന്നത് എന്താ? അവർ അള്ളാഹ്ക്ക് മക്കളുണ്ട് എന്ന് പറഞ്ഞവരാണ്. ആയിക്കോട്ടെ, അള്ളാഹുവിന് മക്കളുണ്ട് എന്ന് അവർ വിശ്വസിച്ചവരാണ്. ഞാൻ പറഞ്ഞോ, അബൂജഹിൽ അടക്കമുള്ള മുശ്രിക്കുകൾക്കൊന്നും അള്ളാഹുവിന് മക്കളുണ്ട് എന്ന വിശ്വാസം ഇല്ലാത്തവരാണ്. നമ്മളെപ്പോലെ ഈമാൻ കാര്യങ്ങൾ പല മദ്രസകളിലൊക്കെ ചിലർ പഠിപ്പിക്കുന്നത് പോലെ അള്ളാഹുവിന് വാജിബായ 20 സിഫത്തുകൾ, മുസ്തഹീലായ 20 സിഫത്തുകൾ, പിന്നെ ഒരു സിഫത്ത് വേറെ, ഇങ്ങനെ 41ഉം 50ഉം ഒക്കെ അഖീദയുടെ കാര്യങ്ങളില് ഇതൊക്കെ തികഞ്ഞ ഒരു സമ്പൂർണ്ണ മുഅ്മിന അബൂജഹിലിന് ഇവിടെ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. എന്റെ വാദം എന്താണ്? അല്ലെങ്കിൽ മുജാഹിദുകളുടെ വാദം എന്താണ്? പേരോടടക്കമുള്ള ആളുകളൊന്ന് പഠിക്കണം, സർവ്വ ആളുകളും മനസ്സിലാക്കിക്കോ. എന്താ വാദം? അബൂജഹിൽ ഒറിജിനൽ മുഅ്മിനാണ്. അബൂജഹിലിനെ പറ്റി ഇവിടെ മുഅ്മിനെന്ന് പറഞ്ഞിട്ടെന്നല്ല. എന്നിട്ട് മൂപ്പര് പറയണ്, മൗലവി അബൂജഹിലിനെ മുഅ്മിനാക്കിയിരിക്കുന്നു, അബൂജഹിലിന്റെ ബഹുമാനം പറയാണ്, അബൂജഹിലിന്റെ മൗലൂദ് ഓതുകയെന്നൊക്കെ പറയണേ. ഞാൻ ഇവിടെ വന്നിട്ടേ അബൂജഹിലിന്റെ ബഹുമാനം പറയാനാണ് അത്ര ഞാൻ ഇവിടെ നാദാപുരത്ത് വന്ന് പ്രസംഗിക്കുന്നത് തന്നെ. മഅദല്ലാഹ്, ഒരാൾ കളവ് പറയാൻ മെനക്കെട്ടാ പിന്നെ എത്രയാ പറഞ്ഞുകൂടാത്തത്?
നിങ്ങൾ ചിന്തിച്ചു നോക്കൂ സഹോദരന്മാരെ, ശേഷം എന്താണുള്ള ആയത്തില് മക്കളുണ്ട് എന്ന് അവർ പറഞ്ഞു എന്നാണ്. ഞാൻ പറഞ്ഞോ അവർക്ക് മക്കളുണ്ട് എന്നുള്ള വിശ്വാസമില്ലാണ്? സുഹൃത്തെ, ശരിക്കൊന്ന് ചിന്തിച്ചു നോക്കൂ. എന്താ മുകളിൽ അങ്ങനെ പറഞ്ഞു, ശേഷം ഇങ്ങനെയും പറഞ്ഞു. അതുകൊണ്ട് നടുക്ക് പറഞ്ഞ ആയത്തിൽ പറഞ്ഞ കാര്യം ഇല്ലാന്ന് വരുവോ? നടുക്ക് പറഞ്ഞ കാര്യം ഇല്ലാന്ന് വരുവോ? എന്ത് ആകാശഭൂമികളെ സൃഷ്ടിച്ചത്, ഏഴാകാശത്തിന്റെ ഉടമ, മറ്റു കാര്യങ്ങൾ, അതൊക്കെ അള്ളേന്ന് അവർ പറഞ്ഞില്ലേ? അതില്ലാന്ന് മുമ്പുള്ള ആയത്തിലും വരുന്നില്ല, ശേഷമുള്ള ആയത്തിലും വരുന്നില്ല. എന്റെ വാദം അത്രയല്ലേ ഉള്ളൂ. അത് പറയുമ്പോ കട്ടുവെച്ചു, മൂടി വെച്ചു. എന്താണെന്നറിയോ? എന്താ തട്ടിപ്പ് എന്നറിയങ്ങള്? ഇങ്ങനെ വായിച്ചു കൊണ്ടിരിക്കുമ്പോ, കുറെ ഇങ്ങനെ വായിക്കുമ്പോ ആരെങ്കിലും തെറ്റിദ്ധരിച്ചാലോ, കണ്ടോ മൗലവി എന്തോ കാര്യമായിട്ട് മൂടി വെച്ചത് പേരോട് പിടികൂടിയിരിക്കുന്നു, മൗലവി എന്തോ കട്ടുവെച്ചത് ഇവിടെ പേരോട് പിടികൂടിയിരിക്കുന്നു എന്ന് ആരെങ്കിലുമൊക്കെ വിചാരിച്ച് കിട്ടിയാൽ ഹൈറായാലോ എന്നാ മൂപ്പര ധാരണ. എന്നാ സുഹൃത്തുക്കളെ, ആ ധാരണ അത് മൂപ്പർക്ക് ആ ധാരണയും കൊണ്ട് നടക്കുക എന്നല്ലാതെ ജനത്തിന് കാര്യം തിരിയും. നമ്മൾ മൂടി വെച്ച ആയത്ത് എന്ന് പറയുന്നത് മുകളിലത്തെ ആയത്തും ശേഷമുള്ള ആയത്തും വായിച്ചാൽ നമ്മൾ ഇവിടെ തെളിവിനോദിയ ആയത്തിൽ പറയുന്ന കാര്യങ്ങളെ മുകളിലത്തെ ആയത്തും നിഷേധിക്കുന്നില്ല, താഴെയുള്ള ആയത്തും നിഷേധിക്കുന്നില്ല. അത്രയാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇനി സുഹൃത്തുക്കൾ, ഇതിന് വേറൊരു കാര്യം കൂടി കിട്ടും. ഒരു വലിയ വിവരം